നേർച്ചയുടെ ചോറ്, നബിദിനത്തിന്റെ ഭക്ഷണം, ഓണസദ്യ, ക്രിസ്മസ് കേക്ക് അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ചുണ്ടാക്കപ്പെടുന്ന ഭക്ഷണം ഇവയെല്ലാം ഒരു വിശ്വാസിക്ക് കഴിക്കൽ അനുവദനീയമാണോ? പറ്റുമെന്നും ഇല്ലെന്നും പറയുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ വാസ്തവം എന്താണ്? ഒരു ആഘോഷം അല്ലെങ്കിൽ ആചാരവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കപ്പെടുന്ന ഭക്ഷണം രണ്ട് രീതിയിലായിരിക്കും. ഒന്ന്, ആരാധനാഭാവത്തിൽ ആ ഭക്ഷണം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത് ഉണ്ടാക്കുന്നവന്റെ ആരാധ്യന് വേണ്ടിയുള്ള ബലിയർപ്പണമായിരിക്കും. രണ്ട്, സാഹോദര്യഭാവത്തിൽ, അതായത് താൻ സന്തോഷിക്കുന്ന ദിവസം തന്റെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ അയൽവാസികളെ അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സന്തോഷിപ്പിക്കുക. ഇവയിൽ ആദ്യ രൂപത്തിലുള്ളത് ഒരു വിശ്വാസിക്കു അനുവദനീയമല്ല. കാരണം അത് അള്ളാഹു അല്ലാത്തവരുടെ നാമത്തിൽ അറുക്കപ്പെട്ടതിനു സമാനമാണ്. അത് ഖുർആൻ നിരോധിച്ചതാണല്ലോ. എന്നാൽ രണ്ടാമത്തെ രൂപത്തിലുള്ളത് അനുവദനീയമാണെന്ന് വേണം കരുതാൻ. കാരണം അതിൽ ആരാധനാഭാവമില്ല, മാനുഷിക മുഖമാണുള്ളത്. അതിനാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് കഴിക്കുന്നതിൽ തെറ്റുണ്ടാവാൻ ഇടയില്ല. നേർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കപ്പെടുന്ന ഭക്ഷണം അല്ലെങ്കിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന ഭക്ഷണം ഇവയൊന്നും ബലിരൂപത്തിലുള്ളവയല്ല, ദാനരൂപത്തിലുള്ളവയാണ്. അഥവാ ഇവയുടെ പ്രതിഫലം അള്ളാഹു ബന്ധപ്പെട്ടവർക്ക് നൽകുമെന്ന വിശ്വാസത്തോടു കൂടിയാണത്. അതുപോലെ ക്രിസ്മസ്, ഓണം എന്നിവയുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന വിഭവങ്ങൾക്കും ബലിയുടെ സ്വഭാവമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഉളുഹിയ്യത്തും അഖീഖത്തും ബലിയാണ്. എന്നാൽ അന്നേ ദിവസം ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണിയോ പായസമോ പോലുള്ളവയൊന്നും ബലിരൂപത്തിലുള്ളവയല്ല. അല്ലാഹു അഅലം.